പ്രിയരെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരട്ടെ. ആർട്ട് ഫാർമർ എന്ന ചാനൽ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷൈനിയുടെ കുടുംബശ്രീ ലോണിനെ സംബന്ധിച്ചാണ്. നമുക്ക് ഇപ്പം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെങ്കിൽ തന്നെ ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്തുള്ള ഏതോ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ക്യാഷ് അടയ്ക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാണ്. അടച്ചോന്നും എനിക്കറിയില്ല, എനിക്കത് അതിനെക്കുറിച്ച് വ്യക്തതയില്ല. എങ്കിൽ തന്നെ അറിഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ കുടുംബശ്രീ ലോണ് ഷൈനി ഭർതൃഗൃഹത്തിൽ നിന്നിരുന്ന സമയത്ത് എടുത്ത എമൗണ്ട് ഷൈനി ചെലവഴിച്ചിരിക്കുന്നത് വീടിൻ്റെ മെയിൻ്റനൻസിനും അതുപോലെ തന്നെ ബോബിയുടെ ഫാദറിൻ്റെ ചികിത്സ ആവശ്യങ്ങൾക്കുമായിട്ടാണ് ചെലവഴിച്ചിരിക്കുന്നത്. അതായത് എടുത്ത എമൗണ്ടുകൾ മൊത്തം ചെലവഴിച്ചിരിക്കുന്നത് ഷൈനി ആ വീട്ടിൽ തന്നെയാണ്. ഷൈനിയുടെ വീട്ടിലേക്ക് 10 രൂപ പോലും കൊണ്ടുപോയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഷൈനിയുടെ വീട്ടിലും ഞാനും പോയിരുന്നു, അതായത് ഏറ്റുമാനൂരുള്ള വീട്ടിലും പോയിരുന്നു. അവിടെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഷൈനി വോയിസ് കൂട്ടുകാരികൾക്ക് അയച്ചിരിക്കുന്ന വോയിസും എല്ലാം നമ്മൾ വിലയിരുത്തി നോക്കുമ്പോൾ ഷൈനി ഈ കുടുംബത്തിൽ നിന്നും, അതായത് കുടുംബശ്രീ ആയിട്ട് ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന എമൗണ്ടുകളൊന്നും ഷൈനിയുടെ പിതാവിൻ്റെ അടുക്കലേക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഷൈനീനെ ഈ ലോണിൻ്റെ പേരിൽ ഷൈനീനെ അവിടെ പെടുത്തുകയാണ് ചെയ്തത്. ഈ ലോണ് ഷൈനി അടയ്ക്കണം എന്ന ഒരു നിബന്ധന ഈ ബോബി എന്ന പാതിരി വെക്കുകയും ഈ ലോണ് ഷൈനിക്ക് അടയ്ക്കാൻ പറ്റിയാല എന്ന് ഇവർക്ക് ബോധ്യമുള്ള അത് കാരണം, ഇവരുടെ സാമ്പത്തിക ശേഷി അനുവദിക്കാല എന്ന് ഈ പാതിരിക്ക് വ്യക്തമായി ബോധ്യമുള്ള കാരണം ഈ ലോണിൻ്റെ പേരും പറഞ്ഞ് ഷൈനീനെ അവർ കൊടുക്കുകയാണ് ചെയ്തത്. ലോണിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട് കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിൽ ഈ പാതിരി വരികയും ആ ഒപ്പം തന്നെ കുടുംബശ്രീ ലേഡികളെല്ലാം വരികയും ആ ഒപ്പം തന്നെ പാതിരി വരികയും അവിടെ വെച്ച് തന്നെ ഈ നോബിനെ കൊണ്ട് ഒരു കാര്യങ്ങൾ സംസാരിപ്പിക്കാനായിട്ട് ഈ പാതിരി തയ്യാറാകാതെ വരികയും അവിടെ കയറി സംസാരിച്ചത് ഈ പാതിരി ആണെന്നാണ് എനിക്കറിയാനായിട്ട് സാധിച്ചത്. അവസാനം ഒരിക്കലും ഇത് ചെന്നെത്തിയല്ല എന്ന് മനസ്സിലായപ്പോൾ ഇത് കേസ് ചാർജ് ചെയ്തേരെ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാതിരി ആ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന രംഗമാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ ചാരിറ്റബിൾ സംഘടന ഇത് അടച്ചു തീർത്തു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. കാരണം ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഈ കുടുംബശ്രീയിൽ 12ഓളം പേരുണ്ട്. അവർ ഈ കുടുംബശ്രീയിലുള്ള ലോണുകൾ തവണകളായിട്ട് അടച്ചത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വീണ്ടും അവരുടെ ആവശ്യങ്ങൾക്കായിട്ടുള്ള എമൗണ്ട് കുടുംബശ്രീയിൽ നിന്ന് വീണ്ടും ലോണ് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ എത്ര നാൾ പെൻഡിങ് എടുക്കും. എല്ലാം നിയമത്തിന് വഴിയേ പോകും. ഇങ്ങനെ ഒരു കാര്യങ്ങളും കുടുംബശ്രീ പറഞ്ഞിട്ട് കാര്യമില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈനിയുടെ പേർക്ക് 2ഓളം വാഹനങ്ങളുണ്ടായിരുന്നു. ഈ വാഹനങ്ങൾ കൊടുത്തിട്ടായിരുന്നു ഈ കുടുംബശ്രീയുടെ ലോണ് പോസ് ചെയ്യേണ്ട എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. കാരണം അതിൻ്റെ ഉത്തരവാദിത്വം ഏക്കാൻ ഇവർ തന്നെ, അതായത് സിബിയും അതുപോലെ തന്നെ ഈ ബോബിയുമായിരുന്നു മുന്നോട്ട് വരേണ്ടത്. ഇവർ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. ഇവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് യാതൊരു കുറവുമില്ല. സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് സിറിയക്ക് ചേട്ടന് നമ്മുടെ ചാനലിൽ സംസാരിക്കുന്നുണ്ട്. നമുക്ക് സിറിയക്ക് ചേട്ടൻ്റെ വാക്കുകളിലേക്കും പോകാം. ഈ അടുത്തിടെ കോട്ടയം ഏറ്റുമാനൂർ ട്രെയിനിൻ്റെ മുന്നിൽ 2 കുഞ്ഞുങ്ങളുമായിട്ട് ജീവിതം അവസാനിപ്പിച്ച ഷൈനിയുടെ കടബാധ്യത, കുടുംബശ്രീയിൽ നിന്ന് എടുത്തിരുന്ന കടബാധ്യത ഒരു ചാരിറ്റി സംഘടന കൊടുത്തു തീർക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നതായിട്ടുള്ള വിവരം അടുത്ത ദിവസം കിട്ടുകയുണ്ടായി. അതിനകത്ത് 1-2 കാര്യങ്ങളാണ് ഞാൻ വളരെ ചെറുതായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അതൊരു ടോം ജോസ് സാർ എന്ന് പറയുന്ന ഒരു തടിയമ്പാട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ചാരിറ്റി സംഘടനയാണ് ഇത് കൊടുത്തു തീർക്കുന്നതായിട്ടാണ് വിവരം കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു വോയിസ് ക്ലിപ്പ് കാണുന്ന ഇടയായിട്ടുണ്ടായിരുന്നു. അതായത് കോട്ടയം എറണാകുളം ഭാഗത്തുള്ള ചില വാണങ്ങൾ അതിനെതിരെ പ്രതികരിക്കുന്നു എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിന് അത് അങ്ങനെ പറയാനുള്ള അവകാശം ഉണ്ടാവും. അതിനകത്ത് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. കാരണം അദ്ദേഹം നല്ല ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കാര്യത്തിനകത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇത് കൊടുത്തു തീർക്കണം എന്നുള്ള ഒരു അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാനും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണത്തിനകത്ത് ഞാൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും കൂടെ ആ പ്രതികരണത്തെ ഞാൻ വിമർശിക്കുന്നില്ല. എനിക്കിവിടെ പറയാനുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങളാണ്. കാരണം ഷൈനി കുടുംബശ്രീയിൽ നിന്നും ലോൺ എടുത്തിരുന്നു എന്നുള്ളത് രേഖാമൂലം വ്യക്തമാണ്. 2, ആ ലോൺ കുടിശ്ശിക വന്നതിൻ്റെ പേരിൽ കുടുംബശ്രീ അംഗങ്ങൾ കരിങ്കുന്നം പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ ഷൈനിയാണ് ലോൺ എടുത്തിരുന്നതെന്ന്, ഷൈനിയാണ് ആ പരാതി പ്രകാരം പ്രതി എന്നുള്ളതും വ്യക്തമാണ്. ഷൈനി ആ സ്റ്റേഷനിൽ കൊടുത്തിരുന്ന മൊഴി പ്രകാരം
ഈ ഭർത്തൃ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് പൈസ എടുത്ത് ചിലവഴിച്ചിരുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഭർത്താവിൻ്റെ സഹോദരനായ ബോബി ചേരുകൽ എന്ന വ്യക്തിയും ആ സ്റ്റേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഈ കടം എടുത്തതുമായിട്ട് ഞങ്ങൾക്ക് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. അത് ഷൈനിയുടെ സ്വന്തം ആവശ്യത്തിലെടുത്തതായിരിക്കാം, അവരുടെ സ്വന്തം ആവശ്യത്തിനോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം കുടുംബത്തിലേക്കോ മറ്റോ ചിലവഴിച്ചതായിരിക്കാം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കടബാധ്യതയായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, ഞങ്ങൾ ഈ കടം വീട്ടാൻ തയ്യാറല്ല, കേസിൻ്റെ വഴിക്ക് പൊക്കോട്ടെ, മറ്റ് കാര്യങ്ങൾ കോടതിയിൽ കാണാം എന്ന നിലയിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് അവർ മുന്നോട്ട് പോവുകയും ഷൈനയുടെ ജീവിതവും വളരെ കഷ്ടപ്പെട്ട് അവർ മുമ്പോട്ട് കൊണ്ടുപോയി അതിനിടയ്ക്ക് അടുത്തിടെ ആത്മഹത്യ ചെയ്തു. ഇനി നമ്മൾ പറയുന്ന ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ഷൈനിയോടുള്ള സിമ്പതി, ഷൈനിയോടും 2 കുഞ്ഞുങ്ങളോടുള്ള സിമ്പതി പ്രകാരം ഒരു ചാരിറ്റി സംഘടന ആ കടബാധ്യത ഏറ്റെടുത്ത് അവരത് പരിഹരിക്കുന്നു, പിരിവെടുത്ത് അത് പരിഹരിക്കുന്നു. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ ലോൺ എടുത്തത് ഷൈനിക്കെതിരെ വന്നിരിക്കുന്ന പരാതിയിൽ പ്രകാരം പ്രതിയായിട്ട് വന്നിരിക്കുന്നത് ഷൈനി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഷൈനിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ഈ കടം വീട്ടുന്നത് ശരിക്കും ഒരു ചാരിറ്റി സംഘടനയാണ്. അപ്പോൾ ഇതിൽ ഷൈനിയോട് എത്ര സിമ്പതി വെച്ച് ഈ കാര്യങ്ങൾ ചെയ്താൽ പോലും ഈ ഷൈനിയുടെ ഭർത്താവിൻ്റെ കുടുംബക്കാരും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒന്നുകൂടി കരുത്ത് പകരുകയാണ് അവിടെ വരുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഇനിയും കേസും കാര്യങ്ങളും മുമ്പോട്ട് കിടക്കുകയാണെന്നുള്ളത് നമുക്കറിയാം. കാരണം ഈ ആത്മഹത്യ സംഭവിച്ചിരിക്കുന്നത് അതും വളരെ ക്രൂരമായ കൊലപാതകത്തിന് തുല്യമായ എന്നാൽ അതിദാരുണമായ ദയനീയമായ 3 മരണങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കേസ് അതോടൊപ്പം തന്നെ ഷൈനി കൊടുത്തിരിക്കുന്ന ഒരു ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള ഒരു ശക്തമായൊരു കേസ് വേറെ കിടപ്പുണ്ട്. അപ്പോൾ ഈ കേസുകളുമൊക്കെ ആയിട്ട് പ്രതികൾക്ക് മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇത് ശക്തമായൊരു പിടിവള്ളി കൂടിയാണ് എന്നാണ് എനിക്കിതിൽ നിന്നും മനസ്സിലായിട്ടുള്ളൊരു കാര്യം. ഞാൻ വലിയ നിയമവിദഗ്ധനൊന്നുമല്ല, പക്ഷേ എങ്കിലും പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയൊരു കാര്യം കോടതിയിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം പുറത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും കോടതിയിൽ എല്ലാ രേഖകൾക്കാണ് പ്രാധാന്യം വരുന്നത്. കാരണം ഷൈനിയെ ഇത്രയും വലിയൊരു കുടുക്കിൽ കൊണ്ട് എത്തിക്കുന്നതിൽ നമ്മുടെ ഈ ഷൈനിയുടെ ഭർത്താവായ നോവിയുടെ സഹോദരനായ ബോബി ചേരിയിൽ എന്ന ക്രിമിനൽ വക്രബുദ്ധിക്കാരൻ്റെ ബുദ്ധി അവിടെ പ്രയോഗിക്കപ്പെട്ടു എന്നുള്ളത് നമുക്കിവിടെ ആർക്ക് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം അവിടെ കുടുംബശ്രീയുടെ ഒരു പരാതി വന്നതോടുകൂടി അവർ നിസ്സാരമായിട്ട് ആ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു പരാതി കൊടുത്തിരുന്നു എങ്കിൽ പോലും അവർക്ക് ഈ ഷൈനിയുടെ ഭർത്തൃ വീട്ടുകാർക്ക് അത് വലിയൊരു തുണയാവുകയാണ് ചെയ്തത്. കാരണം അങ്ങനെ ഒരു പരാതി വന്നത് അവർക്ക് വലിയൊരു നേട്ടമായിട്ടാണ് അവരതെടുത്തിരിക്കുന്നത്. കാരണം ഷൈനി ആ പരാതിയിൽ പ്രകാരം പ്രതിയാണ്. ആ പരാതി നിലനിർത്തുന്നിടത്തോളം കാലം അവർക്കത് ഗുണമാണ് ചെയ്തത്. ഷൈനി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ പരാതി നിലനിൽക്കുന്നു എന്നുള്ളതും വ്യക്തമാണല്ലോ. ഇപ്പോൾ അതെല്ലാം രേഖയായിട്ട് അവിടെ കിടപ്പുണ്ട്. ആ ഷൈനി എടുത്തിരിക്കുന്ന ലോണ്, ഷൈനി പ്രതിയായിട്ട് വന്നിരിക്കുന്ന പരാതി, ഷൈനി ആത്മഹത്യ ചെയ്തു. എന്തിനാ ആത്മഹത്യ ചെയ്തു? ആ ക്വസ്റ്റ്യനുള്ള ഒരു ഉത്തരവും കൂടെ ഇവിടെ വരികയാണ്. കാരണം ഷൈനിയുടെ കടബാധ്യത ഷൈനിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാരണമായി. അത് ഭർത്താവിൻ്റെ വീട്ടുകാരോ അതിനകത്ത് 1% പോലും ഉത്തരവാദികൾ ആയിരുന്നില്ല എന്ന് സ്ഥാപിക്കാൻ അവർക്ക് മുമ്പോട്ടുള്ള കാര്യത്തിൽ ഇത് ഗുണം ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഷൈനിയുടെ മരണശേഷം പോലും സിമ്പതി തോന്നിയ ഏതോ ഒരു സന്നദ്ധ സംഘടന, അതാണ് ചാരിറ്റി സംഘടന. ആ ചാരിറ്റി സംഘടനയാണ് കടം വീട്ടിയിരിക്കുന്നത് എന്നുള്ള പ്രൂഫും കൂടെ വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഗുണം ശരിക്കും കിട്ടുന്ന ആർക്കാണ്? ഗുണം കിട്ടുന്ന പ്രതികൾക്കാണ്, ഷൈനിക്കോ കുഞ്ഞുങ്ങൾക്കോ അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ 3 ആത്മാക്കളെ വീണ്ടും ഉപദ്രവിക്കുന്നതിന് തുല്യമാവുകയാണ് ഈ ചാരിറ്റി സംഘടന ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് എടുത്ത് വേദനയോട് കൂടിയാണെങ്കിലും പറയേണ്ടതായിട്ട് വരും. കാര്യം ടോം ജോസ് സാറും അതിനകത്ത് സഹായിച്ചവരും നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ പോലും ആ ഉദ്ദേശം നല്ലതായിരിക്കാം, അതിന് ഫലം കിട്ടുന്നത് ഇതിലെ പ്രതികൾക്കാണ് എന്നുള്ളതും അതുപോലെ തന്നെ ഈ
ഉപദ്രവം കിട്ടുന്നത് ഈ മരണപ്പെട്ടു പോയ ആത്മാക്കൾക്കാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ട് വരും. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടിയിരുന്ന മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. അതാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് ഈ നിമിഷത്തിൽ പോലും പറയാനുള്ളത്.